വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസത്തിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന 3 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് നാച്ചുറൽ തന്നെ കൺസീവ് ആയിട്ടുണ്ട്. ഞാനൊരു ഡോക്ടറോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ ഒന്നും തന്നെയല്ല. പക്ഷെ നമ്മുടെ ചാനലിൽ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഫുഡ് ഹാബിറ്റ്സിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് വന്നപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്കും സാധിക്കും. ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം തന്നെ ചാനലിൽ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി നിങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. വർക്കൗട്ട്സുകൾ, ഫെർട്ടിലിറ്റി, യോഗ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. സമ്മർ സീസൺ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ളവർ മാത്രമല്ല, എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഒരുപാട് സ്ട്രഗിൾ എടുക്കുന്ന ഒരു ടൈമാണ്. ഒരുപാട് കൊടും ചൂട് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് കൊണ്ട് എസിയും ഫാനും ഒക്കെ ഇല്ലാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, വീടിനകത്ത് നിൽക്കാനോ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫേർട്ടാണ്. ഡ്യൂറിംഗ് സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഡിസ്കംഫേർട്ടാണ് കൈയും കാലും ഉപ്പൂറ്റി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വേദന അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടുന്ന സമയം മുതൽക്ക് നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം ഒരു 50% വരെയൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോനെ നറിഷ് ചെയ്യുന്നതിനും കുഞ്ഞിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ശരീരത്തിന് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. രക്തയോട്ടം കൂടുന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമുക്ക് ഈ കാലുവേദന, കൈവേദന, ജോയിന്റ്സിലൊക്കെ വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് റിട്ടൻഷനും ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ കണ്ടുവരാറുണ്ട്. പൊതുവെ കിടക്കുന്ന ഒരു സമയത്ത്, റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഒരുപാട് നേരം ഇരുന്നിട്ട് പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസിൽ കാലിന്റെ ഉപ്പൂറ്റി ഭാഗമൊക്കെ ഭയങ്കര വേദനയോട് കൂടിയിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ചില സ്ത്രീകൾക്ക് ഈ ഒരു കാലിന്റെ ഭാഗമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഷോൾഡറിന്റെ പോർഷനിലും കൈയുടെ ജോയിന്റ്സിന്റെ ഭാഗത്തുമായിരിക്കും ഇതുപോലുള്ള വേദനകളൊക്കെ കണ്ടുവരുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പെയിൻ കില്ലേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ഡോക്ടറോട് പറയുക ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണ്, ലൂട്ടിയൽ ഫേസിൽ നിൽക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് മാത്രം പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഈ ഒരു കണ്ടീഷൻ മേ ബി ആ സീസണിൽ ചേഞ്ചസ് വരുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവുകയോ അതല്ലെങ്കിൽ ഡെലിവറിയോട് കൂടിയിട്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് മാറുകയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഈ ഒരു ഫിസിക്കൽ ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന സമയത്ത് കാൽസ്യത്തിന്റെ സപ്ലിമെന്റ്സ് എടുക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. കാൽസ്യം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും കുഞ്ഞിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ന്യൂട്രീഷ്യൻസ് നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടും കുഞ്ഞിന്റെ ഗ്രോത്ത് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രവൃത്തി ഉണ്ടാവുകയും നിങ്ങൾക്ക് ഈ ശരീരവേദന, പേശിവേദന പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ലൂട്ടിയൽ ഫേസിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ കുഞ്ഞിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ ലെവൽ ബോഡിയിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫ്ലൂയിഡ് റിട്ടൻഷനോ അല്ലെങ്കിൽ ഡിഹൈഡ്രേഷനോ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള ഡിസ്കംഫേർട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാകുന്ന കണ്ടീഷനാണ് രാത്രിയിൽ ഭയങ്കരമായിട്ട് ചൂട് കൂടുന്ന അവസ്ഥ. പൊതുവെ രാവിലെ സമയങ്ങളിലാണ് നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് ഉണ്ടാകുന്നത്. രാത്രിയാകുമ്പോൾ അന്തരീക്ഷം ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കംഫേർട്ടൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പൊതുവെ പോസിറ്റീവ് ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് രാത്രിയാകുമ്പോൾ ആ ചൂടും അതുപോലെ തന്നെ വിയർപ്പും ഭയങ്കരമായിട്ട് കൂടുന്ന കണ്ടീഷൻസ്. എത്രത്തോളം ഫാൻ ഇട്ടാലും AC ഇട്ടാലും ഉറങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം കേട്ടോ. പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻ മുതൽ നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രൊജസ്ട്രോണിന്റെ ഹൈക്ക് ബോഡിയിൽ വരുമ്പോഴേക്കും ഓൾറെഡി നിങ്ങൾ നിന്നിട്ടുള്ള ടെമ്പറേച്ചറിനേക്കാളും 1 ഡിഗ്രിയൊക്കെ വരെ ഹൈക്ക് നിങ്ങൾക്ക് ബോഡിയിൽ ഫീൽ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സാക്ട് ഇംപ്ലാന്റേഷൻ ഡേയിൽ ഒരു ഡിപ്പ് ഉണ്ടാവുകയും അതിനുശേഷം ടെമ്പറേച്ചർ ഹൈക്ക് നന്നായിട്ട് കൂടി സ്റ്റേബിൾ ആയിട്ട് ഒരു ലെവലിൽ പോവുകയുമാണ് ചെയ്യാറ്. പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട്, മെഡിസിൻ ഡ്രോപ്പ് ആക്കുന്ന സിറ്റുവേഷൻ വരെ കേട്ടോ. അപ്പോൾ ഈ ബേസൽ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. ഇത് ചില സ്ത്രീകളിൽ എക്സസ് ആയിട്ട് സ്വെറ്റിംഗ്, അതായത് വിയർപ്പ് അമിതമായിട്ടുണ്ടാകാനായിട്ടും കാരണമുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഹോർമോൺ ഷിഫ്റ്റും ഹോട്ട് ഫ്ലാഷസ് പോലുള്ള കണ്ടീഷൻസ് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത്. അതുണ്ടാകാനായിട്ടും കാരണമാകുന്നുണ്ട്.
ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാത്രി സമയങ്ങൾ നന്നായിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടക്കാനായിട്ട് നോക്കുക. രാത്രിയിൽ ഒരുപാട് ടൈറ്റ് ഒക്കെ ഉള്ള ഡ്രസ്സ് ധരിക്കാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. പകൽ സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ടും വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഒരുപാട് ഇറുങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ഡിസ്കംഫർട്ട് കൂടാനായിട്ട് അത് കാരണമാവുകയുള്ളൂ. പ്രഗ്നൻസി ടൈമിൽ വളരെ നാച്ചുറലായിട്ട് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണിത്. ചില ആളുകൾക്ക് നമ്മുടെ മഴക്കാലത്ത് വരെ ഈ ഹോട്ട് ഫ്ലാഷസ് കണ്ടീഷൻ ഉണ്ടായിട്ട് മഴക്കാലത്ത് AC ഇട്ട് കിടക്കേണ്ട കണ്ടീഷൻസ് പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ഈ സിറ്റുവേഷൻസ് ഭയങ്കര കൂടുതലായിട്ടും അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പല സ്ത്രീകൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് വരാറുണ്ട് കേട്ടോ. ഓൾറെഡി നിങ്ങൾ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് പ്രൊജസ്ട്രോണിന്റെ മെഡിസിനൊക്കെ നന്നായിട്ട് കഴിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയതിൻ്റെ ആകാനായിട്ടും ചാൻസ് ഉണ്ട്. അടുത്തൊരു പ്രഗ്നൻസി ലക്ഷണമാണ് തലകറക്കം എന്ന് പറയുന്നത്. നമ്മൾ സമ്മർ സീസണിൽ ധാരാളം വെള്ളം കുടിക്കണം. നോർമലി ഒരു 8 ഗ്ലാസ് 10 ഗ്ലാസ് വെള്ളം കുടിക്കുന്നവർ 12-15 ഗ്ലാസ് വെള്ളം ദിവസേന കുടിക്കാനായിട്ട് നോക്കണം. അതും സൺസെറ്റിന് മുൻപ് തന്നെ കുടിച്ച് തീർക്കാനായിട്ട് തുടങ്ങണം. നമ്മുടെ ശരീരത്തിൽ ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് തലകറക്കം ഭയങ്കര കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. സമ്മർ സീസണിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും ഈസ്ട്രോജന്റെയും ഹൈക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ആദ്യത്തെ 3 മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം തലകറക്കം പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ തുടർന്നും ഡീഹൈഡ്രേഷൻ ബോഡിയിൽ ഉണ്ടാകുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തലകറക്കം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് തലകറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ശരീരം തളരുന്നത് പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ സമയത്താണെങ്കിലും എവിടെയെങ്കിലും പെട്ടെന്ന് നിലത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും കസേരയിൽ ഇരിക്കരുത്. കാരണം നിങ്ങൾ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും നീണ്ടു നിവർന്ന് കിടക്കാനോ അല്ലെങ്കിൽ നിലത്ത് ഇരിക്കാനായിട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഫെയിൻറ്റിംഗ് ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കണ്ടിട്ട് BP ലെവലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കണം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ പലർക്കും BPയിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എല്ലാ തലകറക്കവും പ്രഗ്നൻസിയുടെ തന്നെ ആകാനായിട്ടും ചാൻസ് ഇല്ല. അതുകൊണ്ട് അത് അതിൻ്റെ തന്നെ ആണോ എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ BPയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ടും ധാരാളം വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അയണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മാതള നാരങ്ങ, ബീറ്റ്റൂട്ട്, നട്ട്സ് കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ്, ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മുടെ അത്തിപ്പഴം, ഉണക്കമുന്തിരി പോലുള്ള ഐറ്റംസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് രക്തയോട്ടമൊക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും ഹിമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ ഉണ്ടാകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് സമ്മർ സീസണിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഇത് കുറച്ച് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് മറ്റ് പല കണ്ടീഷൻസും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ബോഡി പെയിൻ, അതുപോലെ ബോഡി ഫുള്ളായിട്ട് തളർച്ച ഉണ്ടാവുക, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായി പോവുക, വോമിറ്റിംഗ് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവുക, അങ്ങനെ പല കണ്ടീഷൻസും നമുക്ക് ഉണ്ടാകാം. ഡീഹൈഡ്രേഷൻ ഒരുപാട് ഉണ്ടാകുന്ന സമയമാണ്. നമ്മൾ വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേർത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ട് വേർത്ത് പോകുന്നുണ്ടെങ്കിൽ ആ വേർപ്പിലൂടെ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടമാകാനായിട്ട് ചാൻസ് ഉണ്ട്. എക്സസ് ആയിട്ട് സ്വെറ്റിംഗ് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ധാരാളം നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഇംപ്ലാന്റേഷനും കുഞ്ഞിന്റെ ഗ്രോത്തിനെയും അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ഡീഹൈഡ്രേഷൻ അങ്ങ് പീക്കിൽ എത്തിക്കഴിയുമ്പോൾ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കുക. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം മാത്രം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷണങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതുമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.